വല്ലാത്തൊരു പെണ്ണെന്നെ. അവൾക്ക് അവളുടെ കാര്യം മാത്രം ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ് വേണ്ടേ എന്തൊക്കെയായി വാങ്ങിച്ചു കൂട്ടണത്. നീ അങ്ങനെയാണാ? അവൻ സമ്പാദിച്ചു വരുന്ന പൈസ മുഴുവൻ 1 രൂപ എടുക്കാണ്ടേ നീ മുഴുവൻ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ ഇറക്കുന്നത്? നല്ല ആളാട്ടാ. ഇന്നലെ എപ്പോഴാ വന്ന്? എത്ര നേരം ഞാൻ നോക്കിയിരുന്നറിയോ? ആ എടാ, ഇന്നലെ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ 7 മണിക്ക് ഇറങ്ങണം പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഇറങ്ങിയതാ. പിന്നെ ഇടയ്ക്ക് വെച്ചേ കാറ് ബ്രേക്ക് ഡൗൺ ആയി. അതിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്ന് ഏരിയാക്കുമ്പോഴത്തേക്കേ കുറെ സമയമായിടാ. അപ്പത്തേക്കും ഫോണിൽ ചാർജും കഴിഞ്ഞു. അതാ നിന്നെ വിളിച്ച് പറയാൻ പറ്റാതിരുന്ന്. ഞാൻ വരുമ്പോഴത്തേക്കും നീ ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട വിചാരിച്ചിട്ടാ. സാരല്ലേ ചേച്ചി. ചേച്ചി പോയിട്ട് 2-3 ദിവസമായില്ലേ? ഇവിടെ ആകെ ബോറായിരുന്നു. ഞാനതാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത്. ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് നിന്നെ വിളിച്ചതല്ലേ? അപ്പൊ നീ തന്നെയല്ലേ വരുന്നില്ല പറഞ്ഞത്? എനിക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി. പിന്നെ ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ. പിന്നെ അമ്മയാണെങ്കിൽ ചോദിച്ചപ്പോ വരണില്ല എന്നും പറഞ്ഞു. പിന്നെ എങ്ങനെയാ ഞാൻ വരിക? സാരില്ലടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി പോകുമ്പോഴേ നമുക്ക് എല്ലാവർക്കും കൂടി പോവാ പോരെ? ഓ മതി. അല്ല ചെക്കനെവിടെ? 2-3 ദിവസമായില്ലേ കണ്ടിട്ട്? അവനും അങ്ങനെ തന്നെയായിരുന്നു. മേമ വട്ടെ ഒരു സൗകര്യവും തന്നിട്ടില്ല. ഇപ്പൊ നേരത്തെ എണീറ്റ് അച്ഛനും മോനും കൂടി മീൻ വാങ്ങിക്കാൻ പോയിരിക്കാം. നേട്ടൻ എന്തായാലും ലീവല്ലേ? എടീ ഗീതു. ആ അമ്മ, ഇതാ ഞാൻ ചേച്ചിയുടെ അടുത്തുണ്ട്. പെണ്ണുങ്ങൾ ഇത് എന്താക്കുക? ആ രണ്ടും കൂടി ഇവിടെ വന്ന് സംസാരിച്ച് നിക്ക. ഇത്രയും നേരമായിട്ട് അടുക്കളയിൽ കയറിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കണ്ടേ? ആ അമ്മേ, ഞായറാഴ്ചയല്ലേ, പതുക്കെ ഉണ്ടാക്ക. എന്തായാലും ഇപ്പൊ കഴിക്കൊന്നുമില്ലല്ലോ. ഏട്ടനും കുഞ്ഞൂസും മീൻ വാങ്ങാൻ പോയിരിക്ക. എന്തായാലും അവര് വരട്ടെ. ഇപ്പൊ കഴിക്കില്ല പറഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് വന്ന് ഉണ്ടാക്കിയാ മതിയാ? ചട്നിയും ചമ്മന്തിയും ആക്കണ്ടേ പിള്ളേരെ? ഏത് നേരം ഇങ്ങനെ സംസാരിച്ചിരിപ്പന്നെ. അമ്മ ഒരു 10 മിനിറ്റ്. ചേച്ചി വീട്ടിൽ പോയിട്ട് വന്നല്ലേ, ഞാൻ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. അമ്മ പോയി ആദ്യം ദോശ ഉണ്ടാക്ക്. ഞങ്ങൾ പിന്നെ വന്നിട്ട് ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരാം. വല്ലാത്ത പെണ്ണുങ്ങൾ തന്നെ. ഇത്രയും ദിവസം കാണാനൊരു അക്ഷരം ഉണ്ടായിരുന്നില്ല. ഒന്നിനൊന്ന് കൂടി അതിന്റെ വായി നോക്ക്. ഇവിടുത്തെ വർത്താനം കേട്ടോ അവളാണ് ഇവിടുത്തെ അമ്മായിമ്മ തോന്നുമല്ലോ. വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഇപ്രാവശ്യം വീട്ടിൽ പോകുമ്പോ ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നാ? പിന്നെ ഞാനൊന്ന് മറക്കോ? ഞാൻ മറന്നാൽ തന്നെ അമ്മ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഡയറക്റ്റ് അമ്മനെ വിളിച്ച് പറഞ്ഞതല്ലേ ഇതൊക്കെ വേണമെന്ന്. അമ്മ കുറച്ച് മീനച്ചാറും അരിക്കൊണ്ടാട്ടം ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നീ നന്നായിരുന്നു കഴിച്ചോട്ടാ. അടിപൊളി. അല്ല പിന്നെ തറവാട് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കുന്ന കാര്യം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി? അതിന്റെ കാര്യം എന്തായി? തറവാട് പൊളിക്കാന്നൊക്കെ ആദ്യം പറഞ്ഞത്. പക്ഷെ അത് പൊളിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒരു വാടക വീട്ടിലേക്കൊക്കെ മാറണ്ടേ. അതൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആകൂടോ. അപ്പൊ ഇതവിടെ നിർത്തിക്കൊണ്ട് വേറൊരു സൈഡ് പുതിയ വീട് വെക്കാൻ വേണ്ടാ. അപ്പൊ ഇതിന്റെ പണിയും കഴിഞ്ഞിട്ട് അവസാനം ഒരുമിച്ച് തട്ടി നിരത്താലോ. എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ കുറ്റിയാടി ഉണ്ടാകുന്ന അമ്മ പറഞ്ഞു. പ്രത്യേകം വിളിച്ചതാ. പക്ഷെ ഇനി ഇത്രയും ദൂരം എങ്ങനെയാ പോവാ? അത് ഏട്ടന് ലീവൊക്കെ എടുക്കണ്ടേ. നമുക്കേ പിന്നെ ഒരു ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാട്ടോ. എടീ ദേവികേ. തുടങ്ങി. എപ്പോ നമ്മൾ സംസാരിച്ചിരിക്കണുണ്ടാലും നമ്മുടെ അമ്മ വിളിക്കും ദേവികയെ ഗീതു എന്ന് പറഞ്ഞിട്ട്. വല്ലാത്തൊരു അമ്മായിമ്മ തന്നെ നമ്മുടെ. സാരില്ല, ചട്നിയും ചമ്മന്തി ഉണ്ടാക്കാനിട്ടേ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നീ നടന്നോ, ഞാൻ അതൊന്ന് മടക്കി വെച്ചിട്ടേ വേഗം വരാം. ആച്ചി. C for camel. 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 ചെറിയച്ചൻ പോയിട്ട് 4 മാസല്ലേ ആയിട്ടുള്ളൂ. 6 മാസം കഴിയുമ്പോ വരും കേട്ടാ. എന്തേ ചെറിയച്ചനെ കാണാൻ കൊതിയായിട്ടാ? അല്ല, ഫൈഡർമാൻ കാർ വാങ്ങിക്കാൻ. എടാ കള്ള, അപ്പൊ കാറിന് വേണ്ടിട്ടല്ലേ? നിക്ക് ചെറിയച്ചൻ വിളിക്കുമ്പോ ഞാൻ പറയുന്നുണ്ട്. കുഞ്ഞിക്ക് ചെറിയച്ഛന്റെ കാറിന് പിന്നെ ഫൈഡർമാൻ കാർ വാങ്ങിക്കണം. അതുകൊണ്ടാ. കള്ള, നിന്റെ മനസ്സിലിപ്പോ എനിക്ക് അറിയുന്നുണ്ട്. നീ വല്ലാത്തൊരാള് തന്നെ. എടോ, ഞാൻ അലക്കാൻ പോവാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ. ചേച്ചി ഒറ്റയ്ക്ക് പോവൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ഞാനും വരാം. വേണ്ടട്ടോ, കുറച്ചേ ഉള്ളൂ. ഞാൻ ചെയ്തോളാം. നീ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവിടെ കൊണ്ടിട്ടോ. എന്നാ പിന്നെ ചേച്ചി പോക്കോ, ഞാൻ കൊണ്ടുവരാം. വേഗം എഴുതണേ, വേഗം ഇപ്പൊ വരാം. കുഞ്ഞൂസേ, മോൻ എന്ത് ചെയ്യാ? അച്ഛമ്മ കുഞ്ഞ് പഠിക്കാണു. ആ അല്ല, നിന്റെ അമ്മ എവിടെ? ഒരനക്കം ഒച്ചയും കേൾക്കണില്ല രണ്ടിന്റെയും. അമ്മ അല്ല, ബസ് കഴുകാൻ പോയി. ഓ, അപ്പൊ മേമയോ? മേമ ചെറിയച്ഛൻ വിളിച്ചപ്പോ സംസാരിക്കാൻ പോയതാ. നമ്മ പഠിച്ചോ? ആ അച്ഛമ്മ.
ചേച്ചി മെഷീൻ കേടായിട്ട് ഒരാഴ്ച ആയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനെന്ത് ചെയ്യാനാ, തൂക്കി വെക്കാനേ പറ്റുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തേ ഉള്ളതാ. കൊല്ലം കുറെ ആയിടോ അതൊക്കെ വാങ്ങിച്ചിട്ട്. ഇനിയിപ്പോ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കാൻ. ഇപ്പൊ സാലറി കിട്ടിയതൊക്കെ കഴിഞ്ഞില്ലേ, എന്തായാലും അടുത്ത മാസം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം സാലറി കിട്ടിയിട്ട് സാധനം വാങ്ങിക്കുമ്പോഴേക്കും ഇവിടുത്തെ അലക്കി അലക്കി നമ്മുടെ നാട് ഓടിയും. അപ്പോട്ടും പൈസ വെച്ചിട്ടുണ്ട്. ചേച്ചി റെഡി ആയിട്ടോ, നമുക്കൊരു മെഷീൻ വാങ്ങിക്കാം. എടോ അതൊന്നും വേണ്ട, എന്തായാലും അടുത്ത മാസമായിട്ട് വാങ്ങിക്കാൻ പറഞ്ഞതല്ലേ. ഏതൊരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്രേ. അപ്പൊ സാലറി കിട്ടിയതും അവിടെ പോയിട്ട് എടുക്കുകയായിരിക്കും. നീ അവൻ അയച്ചത് പൈസ ഒന്നും ഇങ്ങനെ എടുത്ത് ചെലവാക്കല്ലേ, ആ കൂടി ശമ്പളം കുറവല്ലേ അവന്. ഇപ്പൊ കുറവ് തന്നെയാ ചേച്ചി, പക്ഷെ 2 മാസത്തിൽ വേറെ കമ്പനിയിൽ ജോലി കിട്ടും, അവിടെ നല്ല സാലറി ഉണ്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഒന്നും നോക്കണ്ടേ ചേച്ചി, നമുക്ക് അത്രയും അത്യാവശ്യമുള്ള സാധനല്ലേ, വാ നമുക്ക് പോയി വാങ്ങാം. ഓ കുട്ടി എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്നാ ശരി വാ പോവാ. അല്ല അമ്മ എവിടെ? അല്ല രണ്ടും കൂടി ഇവിടെ നിന്ന് സംസാരിച്ച് നിൽക്കുക. ഒരാൾ അലക്കാണെങ്കിലേ വേറെ ആൾക്ക് അത് ഉണങ്ങാൻ ഇട്ടൂടെ? അയ്യോ അമ്മേ, ഞങ്ങളെ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടി പുറത്തു വന്നിക്ക. വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനോ? അതെന്താ, അവൻ അടുത്ത മാസം വാങ്ങിച്ചു തരാ പറഞ്ഞല്ലേ? അപ്പോട്ടിപ്പോ പൈസ അയച്ചിട്ടുണ്ടായിരുന്നേ, അപ്പൊ പോയി വാങ്ങാന്ന് പറഞ്ഞിട്ടാ. കൊറേ ഉണ്ടല്ലോ അലക്കാൻ. അവൻ അയച്ചെന്ന പൈസക്കാണോ ഇപ്പൊ രണ്ടും കൂടി മെഷീൻ വാങ്ങിക്കാൻ പോണത്? അപ്പൊ ലോൺ ആരാ അടയ്ക്കുക? എന്റെ അമ്മേ, 10-ാം തീയതിക്കല്ലേ ലോണ്, ഇന്ന് 5-ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞ ഏട്ടൻ പൈസ അയക്കും. പിന്നെ സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ ബ്യൂട്ടി പാർലറിലും പോയിട്ട് പതുക്കെ വരുള്ളൂ. ചേച്ചി അലക്കി വെച്ചിട്ടുണ്ട്, അമ്മയൊന്നും അത് ഉണങ്ങാടണേ. വാ ചേച്ചി, സമയം കളയണ്ട, വാ നമുക്ക് പോവാം. ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. എന്താ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പണിയെടുപ്പിക്കാൻ നിൽക്കുന്നോ? മുന്നിൽ അവര് അമ്മായി മേലെ ഞാൻ ആ ബോധത്തിലും വേണ്ട സംസാരിക്കാൻ. രണ്ടും കൂടി എനിക്ക് പണി തരാൻ നിൽക്കുക. ഇതിപ്പോ ഒരുമിച്ച് നിൽക്കുമ്പോഴല്ലേ പ്രശ്നം. രണ്ടിനും തമ്മി തളിപ്പിക്കണം, എന്നാലേ നടക്കുള്ളൂ. ഗീതു അടിച്ചു കഴിഞ്ഞിട്ടേ ഒന്ന് കറി ഉണ്ടാക്കണേ. വീട്ടിൽ നിന്നൊന്നും അത്യാവശ്യമാണ് വേണ്ടേ, അമ്മ ഇപ്പൊ വിളിക്കാൻ പറഞ്ഞതാ. ആ ചേച്ചി, കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, ചേച്ചി പോയി സംസാരിച്ചോ. ആടാ എന്ത് ചെയ്യാ മോളെ? അമ്മേ, കറി ഉണ്ടാക്കാൻ പോവാ. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ഓ എനിക്കൊന്നും വേണ്ട. അല്ല എപ്പോഴും ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഒരാൾ ചോറുണ്ടാക്കുമ്പോ ഒരാൾ കറി ഉണ്ടാക്കും, ഒരുമിച്ചേ നടക്കുള്ളൂ. അപ്പൊ അവളെവിടെ പോയി? അത് ചേച്ചിന്റെ അമ്മ എന്തോ വിളിച്ചു എന്ന് പറഞ്ഞിട്ടേ സംസാരിക്കാൻ വേണ്ടി പോയതാ. ഓ അവൾ അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. അവളുടെ അമ്മ ഫോണിൽ വിളിച്ച് സംസാരിക്കണേ ഞാൻ ഇപ്പൊ കേട്ടിട്ട് വരിക. അവൾ എന്തൊക്കെയാന്നറിയോ പറയണത്? നീ ഇപ്പൊ ഒന്നും ഇല്ലാത്തടന്ന് വന്ന പെണ്ണല്ലേ, അപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നൊക്കെ അവളുടെ അമ്മ എന്തൊക്കെയോ ഉപദേശിച്ചു കൊടുക്കുന്നത് കേട്ടോ. ദേ അമ്മേ, ചേച്ചിയും ചേച്ചിയുടെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് അറിയുന്നതല്ലേ, അവരൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല, വെറുതെ ഓരോന്ന് പറയല്ലേ. ഓ എനിക്കെന്തിനാ മോളെ നിങ്ങളുടെ അടുത്ത് ഈ കള്ളത്തരം പറയേണ്ട കാര്യം? അവൾ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടേ ഞാൻ കേട്ടതാ. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ ഉണ്ടാക്കി തന്നോളാം. നീ ഇങ്ങനെ ദേഷ്യപ്പെടുമൊന്നും വേണ്ട. നീ ഒരു പാവമായതുകൊണ്ടാ അതൊന്നും മനസ്സിലാവാത്തത്. അവൾ ഏതാ സാധനം എന്നറിയോ? എന്തായാലും കേട്ടപ്പോ അമ്മ പറഞ്ഞേ ഉള്ളൂ. ഒരനുഭവം വരുമ്പോഴേ നീ മനസ്സിലാക്കും. കഴിക്കുമോ? ഇത് മാത്രമല്ലോ, മുട്ടയില്ല. മുട്ട പിന്നെ ഉണ്ടാക്കി തരാം മോനെ. അമ്മയ്ക്ക് നല്ല വിശക്കുന്നുണ്ട്. മോന് കഴിച്ചിട്ട് വേണ്ടേ അമ്മയ്ക്ക് കഴിക്കേ? കഴിക്കേ? വേണ്ട, പച്ചക്കറി കൊണ്ട് കഴിക്കാൻ പറ്റില്ല. മാമന്റെ മുട്ടിന്റെ കമ്പനി. എന്താ കുഞ്ഞൂസേ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഗീതു എന്താ ചേച്ചി? എടാ ഒന്ന് കുഞ്ഞൂസിന് മുട്ട പൊരിച്ചേരോ? പച്ചക്കറി ആയിട്ട് ചങ്ങ കഴിക്കുന്നില്ലേ? അതെന്താ ചേച്ചി, അവന് മുട്ട വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തൂടെ? ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യാൻ ഞാൻ എന്താ ഇവിടുത്തെ വേലക്കാരിയാ? എന്താടോ അങ്ങനെ പറഞ്ഞത്? നീ ഭക്ഷണം കഴിച്ചിട്ടിരിക്കല്ലേ, അതാ ഞാൻ ഉണ്ടാക്കി തരുമോ ചോദിച്ചത്. ഇപ്പൊ ഏട്ടൻ വിളിക്കും, ഞാൻ അത് നോക്കിയിരിക്കുക, അല്ലാണ്ട്. സാരില്ലടോ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. കുഞ്ഞൂസേ ഇവിടെ ഇരിക്കട്ടോ, അമ്മ കൊണ്ടുവരാം. ഇപ്പൊ എന്തായി മോളെ, അമ്മ പറഞ്ഞ ശരിയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ?
നീ ഒരു പാവമായതുകൊണ്ടാ അവള് പറയണതൊക്കെ കേട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്. ഇനിയും സൂക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ അവസാനം നീ ഇപ്പത്തെ അടിമയായി മാറും. നോക്കിക്കോ. ചേച്ചി കറണ്ട് ബില്ല് വന്നിണ്ടേ. ആണോ? എന്നാ അവിടെ വെച്ചോടാ, ഞാൻ എടുക്കാം. ആ ചേച്ചി. ഇത് എന്താ മോളെ ഇത്? കറണ്ട് ബില്ല് 2700? 2700? അത് എത്രയും കൂടിയിരിക്കണേ? അല്ലെങ്കിൽ 1000ന്റെ ഉള്ളിലായിരിക്കില്ലേ? എങ്ങനെ കൂടാതിരിക്കും? കഴിഞ്ഞ മാസം പോയിട്ടേ മെഷീനും ഓവനൊക്കെ വാങ്ങിച്ചല്ലേ. നേരത്തെ ഉള്ള മെഷീനെ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നിന്നെ ഭർത്താവ് വാങ്ങിച്ചു വെച്ചതാ. അത് നല്ല ക്വാളിറ്റിയുടെ സാധനമാ. ഇപ്പൊ നിങ്ങൾ ഏതോ പോയിട്ട് ഒരു ലോക്കൽ ഐറ്റം അല്ലേ വാങ്ങിച്ചത്? അത് തന്നെയാണ്, കറണ്ട് നന്നായി വലിക്കുണ്ടാകും. എന്തായാലും എടുക്കുമ്പോ നല്ലതൊന്ന് നോക്കി എടുത്തൂടെ? ഇങ്ങനെ വില കുറവിലൊക്കെ എടുത്താലേ കറണ്ട് ബില്ല് നല്ല പിടിക്കും. അവൻ കുറച്ച് പൈസ ഇല്ല അമ്മ അയച്ചുള്ളൂ, അപ്പൊ അതിനനുസരിച്ച് വാങ്ങിയതാ. ഇതെന്നാലും ഇങ്ങനെയാവെന്ന് വിചാരിച്ചില്ല. നീ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, കാരണം നിന്റെ മനസ്സ് നല്ലതല്ലേ. പക്ഷെ അവൾ അങ്ങനെയാണോ മോളെ? അവർക്ക് മെഷീൻ എടുക്കുമ്പോ കുറച്ച് വില കുറച്ചിട്ട് കിട്ടിയാലേ അത് ലാഭം തന്നെയല്ലേ. അപ്പൊ കറണ്ട് ബില്ല് ആരും അടയ്ക്ക? നീയും നിന്റെ ഭർത്താവൊക്കെ തന്നെയല്ലേ. അത് കണക്കാക്കി തന്നെയാ അവൾ ഇങ്ങനെ ചെയ്തത്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഗീതം അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല. നീ അങ്ങനെയൊക്കെ പറയും, അതെ നീ ഒരു പാവമായതുകൊണ്ടാ. പക്ഷെ അവൾ അങ്ങനെയല്ല, ജീവിക്കാൻ പഠിച്ചവളാ. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വീട്ടിൽ എന്തൊക്കെ ചെലവുണ്ട്. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഗ്യാസ്, പാല്, പത്രം, ഇതൊക്കെ അടയ്ക്കണം നിന്റെ ഭർത്താവ് ഒറ്റയ്ക്കല്ലേ. അല്ലെങ്കിൽ ഒരു വീട്ടിലെ ചെലവ് പറഞ്ഞ 10,000 ഒതുങ്ങുന്നതാ. അവൻ ഗൾഫിലാണ്. ആദ്യമൊക്കെ പോയ സമയത്ത് ശമ്പളമൊക്കെ തീരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണാ, നല്ല ശമ്പളം കിട്ടണില്ലേ പുതിയ കമ്പനിയിൽ മാറിയ ശേഷം. എന്നിട്ട് എത്ര അയച്ചു തരുന്നത്? വെറും 10,000. അത് വീടിന്റെ ലോൺ അടയ്ക്കാൻ തന്നെ 7,000 പോകും. പിന്നെ ഈ 3,000 കൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുവോ? എനിക്ക് ആ കൂടി 10,000 അയച്ചു തരണുള്ളൂ. ബാക്കി അവളുടെ അക്കൗണ്ടിലേക്ക് എത്രയായിരുന്നെന്ന് നമുക്ക് ആർക്കും അറിയുന്നില്ലല്ലോ. എന്നിട്ട് 1 രൂപ കുടുംബത്തിന് വേണ്ടി ചെലവാക്കലുണ്ടാ? ഏട്ടാ അത് വാങ്ങിക്കി ഇത് വാങ്ങിക്കി എന്നല്ലാണ്ട് ഓർഡർ കൊടുക്കലാണ്ട് അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇന്നേവരായിട്ട് തന്നിട്ടുണ്ടാ? വല്ലാത്തൊരു പെണ്ണെന്നെ. അവൾക്ക് അവളുടെ കാര്യം മാത്രം. ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ് വേണ്ടേ എന്തൊക്കെയായി വാങ്ങിച്ചു കൂട്ടണത്. നീ അങ്ങനെയാണാ? അവൻ സമ്പാദിച്ചു വരുന്ന പൈസ മുഴുവൻ 1 രൂപ എടുക്കാണ്ടേ നീ മുഴുവൻ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ഇറക്കുന്നത്. അമ്മ അങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. ഓ, ഞാൻ വെറുതെ പറയാണോ? എനിക്ക് അറിയുന്നല്ലേ മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ നിങ്ങളെയൊക്കെ കാണാൻ? ചേച്ചി ഏട്ടൻ വരുമ്പോഴേ കംഫർട്ട് ഒന്ന് വാങ്ങാൻ പറയണേ. കുറെ സാരി മുക്കി വെക്കാനുണ്ട്. പിന്നെ വാങ്ങുമ്പോ വലുതൊരെണ്ണം വാങ്ങാൻ പറയണം, പെട്ടെന്ന് തീർന്നു. ഇപ്പൊ എന്തായി മോളെ? അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടാ? 1 രൂപ കയ്യിൽ നിറക്കില്ല, എല്ലാം അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പോവുക തന്നെ. എന്തായാലും ഇപ്പോഴേ നീ സൂക്ഷിച്ചോ. പണമൊന്നും വെറുതെ അങ്ങനെ കിട്ടുന്നതല്ലല്ലോ, നല്ല പോലെ അധ്വാനിച്ചിട്ടാ. അവർക്കും ഇല്ലേ കുറച്ചൊക്കെ ചെലവാക്കട്ടെ.